ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. ഞാൻ ഗാർഗി ഗംഗൻ, പ്രെപ്പ് വോയ്സ് മെന്ററാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മിസ് ഹരിതയാണ്. ഹരിത MSc എൻവയോൺമെന്റൽ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. സോ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ മിസ് ഹരിതയെ ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. മിസ് ഹരിത, പ്ലീസ് വെൽക്കം. Thank you, ma'am. Hi. First of all, I am Harita. ഞാൻ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയില് സെക്കൻഡ് ഇയർ MSc എൻവയോൺമെന്റൽ സയൻസ് സ്റ്റുഡന്റ് ആണ്. ആദ്യം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, എല്ലാവരും ഇപ്പം എന്തായാലും CUT ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ജാനുവരി 24 വരെ സമയമുണ്ട്. അപ്പം ഇനി അപ്ലൈ ചെയ്തില്ലെങ്കിൽ 24 വരെ സമയമുണ്ട്. എന്തായാലും അപ്ലൈ ചെയ്യുക, ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ്. അപ്പം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2009 ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം സിറ്റുവേറ്റ് ചെയ്തതാണ്. ആ സമയത്ത് 12 യൂണിവേഴ്സിറ്റി ആയിരുന്നു വന്നത്. 2 years ബാക്ക് CUT കണ്ടക്ട് ചെയ്ത് ആകെ ഈ 12 യൂണിവേഴ്സിറ്റി മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം മുതലാണ് ഇത് ബാക്കിയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഒരുമിച്ച് മെർജ് ചെയ്തിട്ട് ഒരു എക്സാം ആക്കിയിട്ട് മാറ്റിയത്. അപ്പൊ ഇത്തവണത്തെ എക്സാമിന് 44 യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് പങ്കെടുക്കുന്നത്. അപ്പം അതിൽ തന്നെ ഡൽഹി, BHU, പോണ്ടിച്ചേരി, അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിയും വരുന്നുണ്ട്. അപ്പൊ തന്നെ അത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. പക്ഷെ കോമ്പറ്റീഷൻ അധികമാണെങ്കിലും എല്ലാവർക്കും എക്സാം അപ്ലൈ ചെയ്താലും നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം കേരള സിറ്റുവേറ്റ് ചെയ്തത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെ പെരിയ ടൗൺ, ഇവിടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് കാഞ്ഞങ്ങാടാണ്. ഇവിടെ പെരിയ ടൗണിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തത്. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഈ ആക്ട് പ്രകാരം ഉണ്ടാക്കിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇവിടുത്തെ ഡെവലപ്പിംഗ് ആയിട്ടില്ല. അതായത് റൂറൽ ഏരിയസിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി സെൻട്രൽ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അപ്പം ഈ കാസർഗോഡ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പ്ലേസസ് വെച്ചിട്ട് കേരളത്തിലെ പ്ലേസസ് വെച്ചിട്ട് കുറച്ച് ഡെവലപ്പിംഗ് ആണ്. അപ്പം അതിന്റെ ഇതിലാണ് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 27 കോഴ്സസ് ആണ് ഉള്ളത്. സയൻസ്, ആർട്സ്, ഫിനാൻസ്, അങ്ങനെ കുറെ ഉണ്ട് കോഴ്സ്. അപ്പൊ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള 3 ക്യാമ്പസിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തത്. ഒന്ന് പത്തനംതിട്ട, ട്രിവാൻഡ്രം ആൻഡ് കാസർഗോഡ്. ഇവിടെയാണ് PG കോഴ്സും PhD കോഴ്സും ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാല് എക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ്, ലിംഗ്വിസ്റ്റിക്സ്, ഹിന്ദി, മലയാളം ഉണ്ട്, അതായത് അങ്ങനെ മലയാളം ഉണ്ട്, ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, മലയാളം. പിന്നെ സയൻസ് സ്ട്രീമിൽ വരുമ്പം ബയോകെമിസ്ട്രി, സുവോളജി, പ്ലാന്റ് സയൻസ്. പ്ലാന്റ് സയൻസ് ആണ് ഇവിടെ പറയാ, പക്ഷെ എക്സാം എഴുതുമ്പം ബോട്ടണി ആയിരിക്കും എന്തായാലും. കെമിസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ്, ജിയോളജി, പിന്നെ ജിഗ്നോമിക് സയൻസ് ഉണ്ട്. പിന്നെ ബാങ്കിങ് ആയിട്ട് ലൈക്ക് ഫിനാൻസ് ആയിട്ട് MBA ഉണ്ട്. MBA, MCOM. MBA 2 ടൈപ്പ് ഉണ്ട്, ജനറൽ ഉണ്ട്, TTM ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ നോർമലി ഉള്ള ഒരു നാട്ടിലുള്ള ഒരു കോളേജ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എക്സ്പോഷർ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവുക. അപ്പം ഇതിപ്പം കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. അതേപോലത്തെ ഒരു ായിട്ട് നമുക്ക് കേരളത്തിൽ തന്നെയാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ് പോലെ നമുക്ക് ഒരുപാട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം ലൈക്ക് ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വരുന്ന സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇതുണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെയാണ്. അപ്പൊ വീട്ടുകാർക്ക് എപ്പോഴും ഒരു സമാധാനമായിരിക്കും കുട്ടികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കുറച്ചുകൂടി ഒരു എക്സ്പോഷർ കുറച്ച് കുറവായിരിക്കും. കാരണം ഇപ്പം നോർത്തിലാണ് നമുക്ക് വേറൊരു കൾച്ചർ, വേറെ ലാംഗ്വേജ്, ലൈക്ക് നമ്മളെല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ എവിടെ കൊണ്ട് ഇട്ടാലും നമ്മളങ്ങ് ജീവിച്ചങ്ങ് പോയിക്കോളും നോർത്തിലൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇവിടെയും കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലൈബ്രറി സർവീസ് ഉണ്ട്, അപ് ടു 11 o'clock ലൈബ്രറി സർവീസ് ഉണ്ട്. പിന്നെ ബസ് റൂട്ട് ഉണ്ട് ഫ്രം ഹോസ്റ്റൽ ടു ക്യാമ്പസ്. ആൻഡ് എല്ലാ കുട്ടികൾക്കും
ഈ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ജോയിൻ ചെയ്ത ഒരു പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹോട്ട് ക്ലൈമറ്റ് ആണ്. പക്ഷെ എന്നാലും മഴയൊക്കെ ഉണ്ട്, മീൻസ് നോർമൽ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ അക്കാഡമിക്സ് ആണെങ്കിൽ ഇതിപ്പം 2009 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം ബാക്കിയുള്ളതിനെ കുറിച്ചും ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇപ്പം BHU, ഡൽഹി, പോണ്ടിച്ചേരി ഒക്കെ മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പം അവര് ഓരോ ഇയർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. അപ്പം അവർക്ക് ഇത്രയും ഇയേഴ്സ് കിട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ചെയ്യാനുള്ള വരുള്ളൂ. അപ്പം വരും വർഷങ്ങളിൽ കൂടുതൽ മാറ്റങ്ങളും ഒക്കെ വരും. പിന്നെ എന്റെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എൻവയോൺമെന്റൽ സയൻസ് ആണ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഇവിടുത്തെ എലിജിബിലിറ്റി പറഞ്ഞാല് സയൻസ് സ്ട്രീം ആണ്. എലിജിബിലിറ്റി പറഞ്ഞാല് എനി സയൻസ് ലൈക്ക് എനി ഡിഗ്രി ഇൻ സയൻസ് വിത്ത് 55% എബോവ് മാർക്ക് ആൻഡ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ്. അപ്പം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേരിയസ് സ്ട്രീംസിലുള്ള കുട്ടികളുണ്ട്. അതായത് മാത്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ആ ഒരു ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, അങ്ങനെയുള്ള എല്ലാ സ്ട്രീമിലുള്ള കുട്ടികളുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് സിലബസ് ആണ്. മീൻസ് സയൻസ് ഉണ്ട്, മാത്സ് റിലേറ്റഡ് ആയിട്ടുണ്ട്, ഡിസിപ്ലിനറി ആയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിലബസ് ഉണ്ട്. പിന്നെ ക്ലാസ് നമുക്കിപ്പം ഇവിടെ കേരളയിൽ ഒരു 70% ആയിട്ടാണ് മലയാളീസ് ഉള്ളത്. ബാക്കി 30% ഔട്ട്സൈഡ് കേരളയാണ്. ലൈക്ക് എല്ലാ സ്റ്റേറ്റിലുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൾച്ചറൽ എക്സ്പീരിയൻസ്. ഇപ്പം ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിൽ ലൈക്ക് ഫ്രീ വൈഫൈ ഉണ്ട്, ലൈക്ക് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ട്, ലൈക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ എക്സാം പാറ്റേൺ, നമുക്ക് CUT എക്സാമിനെ കുറിച്ച് പറയാം. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. അതിൽ ഫസ്റ്റ് 25 ലൈക്ക് കോമൺ ആയിട്ടുള്ള എക്സാം, കോമൺ ഉള്ള പേപ്പറാണ്. അത് എല്ലാ സബ്ജക്റ്റിനായിട്ടും ഉണ്ടാവും. 7% പറഞ്ഞാൽ സബ്ജക്ട് റിലേറ്റഡ്. അപ്പൊ ഫസ്റ്റ് ഈ 25 മാർക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇംഗ്ലീഷ് വരും, വെർബൽ എബിലിറ്റി വരും, ന്യൂമറിക്കൽ എബിലിറ്റി വരും, അങ്ങനെയുള്ള എല്ലാം വരും. അപ്പം ആ ഒരു പാറ്റേൺ 25%, അതായത് 25 ക്വസ്റ്റ്യൻ അതായിരിക്കും. ബാക്കിയുള്ള 75% സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ CUT പറയുമ്പം കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ട്. ഇപ്പം ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാം ആണ്. അപ്പം കേരളത്തിലെ നമ്മൾ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലെ കുട്ടികളും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പം ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ കുറച്ച് വയസ്സായിട്ട് ചിന്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം 25 മാർക്സിന്റെ ന്യൂമറിക്കൽ അതാണല്ലോ കോമൺ സബ്ജക്റ്റ് ആണല്ലോ. അപ്പം നമ്മൾ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആദ്യം തന്നെ എടുത്ത് നോക്കും. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പം ആൻസർ കിട്ടിയോ ഇല്ലയോ എന്നല്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം ഏതിലാണ് വരുന്നത്. ഇപ്പം സീരീസ് ആയിരിക്കും, ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ പസിൽ ആയിരിക്കും, ചിലപ്പം വൺ വേർഡ്, ആനോണിംസ്, സിനോണിംസ്, അതൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പം ഇപ്പൊ 25% ഇന്ന ഭാഗത്താണ് വരുന്നത്. അപ്പൊ നമ്മള് ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നെറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതൊക്കെ വെച്ച് കളക്ട് ചെയ്യാം. ബാക്കിയുള്ള 75% സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എല്ലാത്തിനും സിലബസ് നമുക്ക് NTA വെബ്സൈറ്റിൽ സിലബസ് ഉണ്ടാവും. അത് വെച്ച് നമ്മൾ സിലബസ് എടുക്കുക, ഓരോന്നിനും വെച്ച് നമ്മൾ നോട്ട് ഉണ്ടാക്കുക. അതിനുശേഷം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നോക്കുക. അതല്ല എങ്കിൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുമ്പോൾ ഏത് ഏരിയയിലാണ് കൂടുതൽ നമ്മൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിന്റെ മുന്നേറ്റ വർഷം ഞാൻ എഴുതിയ ആളാണ്. അതായത് ഈ 2 years ബാക്ക് ഞാൻ ഒരു തവണ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മളിപ്പം നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു 2 yearsന്റെ എനിക്കൊരു റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഓരോ ഇയർ കഴിയുന്നതിനും കൂടുതൽ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരുമെന്ന്. പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് മുന്നിലെത്താൻ പറ്റും. അപ്പൊ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളിപ്പം ഏതൊരു കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം MSc എൻവയോൺമെന്റൽ സയൻസ് ആയിക്കോട്ടെ, ആ ഒരു കോഴ്സ് ഞാനിപ്പം ചൂസ് ചെയ്തു. അതുപോലെ നിങ്ങളിപ്പം എൻവയോൺമെന്റൽ സയൻസിന് ആയിരിക്കണം എന്നില്ല, ഇപ്പം MCOM ആയിരിക്കും, MBA ആയിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, ഏതാ കോഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തോളൂ. മീൻസ് ആഫ്റ്റർ UG നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്തു. ദെൻ നമ്മൾ നോക്കേണ്ടത് ആ കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ
അവൈലബിൾ ആണ്. അപ്പം NTA നമ്മൾ CUT അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, മീൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഇന്ന കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം സംതിങ് കോഡ് സംതിങ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഇവിടെ ഇതിന്റെ കോഡാണെങ്കിൽ EVSന്റെ കോഡ് SN ആണ്. അപ്പം ആ ഒരു കോഡ് വെച്ചിട്ട് ആ കോഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഇത്ര യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ഒരു സപ്പോസ് ഒരു 20 യൂണിവേഴ്സിറ്റി ഉണ്ട് വിചാരിച്ചോ. ആ 20 യൂണിവേഴ്സിറ്റി നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ഓൾ എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഫ്റ്റർ റിസൾട്ട് ആണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. അതിനു മുന്നേ നമ്മൾ സെലക്ട് ചെയ്തു, എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. നമ്മുടെ ഇപ്പം ഫോട്ടോ, സൈൻ, ഹോം ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്ത് മെയിൽ ഐഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമുക്കുള്ളത് നെക്സ്റ്റ് നമുക്ക് എക്സാമില്ല. എക്സാമിന്റെ ഡേറ്റും അവർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മൾ എന്തായാലും നമ്മൾ വെറുതെ എക്സാമിന് അപ്ലൈ ചെയ്ത പാട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ പോയി നമ്മൾ എക്സാം എഴുതില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അതിന് പ്രിപ്പയറും ചെയ്തു. സപ്പോസ് ദെൻ വിത്തിൻ 15 ഡേയ്സ്, ലൈക്ക് 15 ഡേയ്സ് 1 മന്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പം ലൈക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടോപ്പ് റാങ്ക് ഇപ്പം EVS ആണ് വിചാരിച്ചോ, EVS സബ്ജക്റ്റിന് ടോപ്പ് സ്കോർ കിട്ടിയത് ഇപ്പൊ ഒരു 200 ആണ് വിചാരിച്ചോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 70 സ്കോർ കിട്ടി വിചാരിച്ചോ. എന്ന് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ 200 സ്കോർ കിട്ടിയ കുട്ടി ആകെ എന്തായാലും ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ അപ്ലൈ ചെയ്താലും ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കി നമുക്ക് 20 യൂണിവേഴ്സിറ്റി ഉണ്ട് വെച്ചാൽ ബാക്കി 19 യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ട് ചെന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യണം, മീൻസ് അങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാതെ ആരും നമ്മളെ വന്ന് വിളിക്കില്ല. ദെൻ നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ഫീ ആണ് നമുക്കിപ്പം ഓഫർ ചെയ്യുന്നത്. ചിലത് 400 ഉണ്ടാവും, 1000 ഉണ്ടാവും, 60 ഉണ്ടാവും, 500 ഉണ്ടാവും. അപ്പം ഇത്രയും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആപ്ലിക്കേഷൻ ഫീ മാത്രമായിട്ട് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോഴ്സ് അവൈലബിൾ ആയ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്കിപ്പോ ആക്സസ് ചെയ്യാം. വളരെ ദൂരമുള്ള അല്ലെങ്കിൽ വളരെ റൂറൽ ഏരിയ ആകുമ്പോൾ നമ്മൾ മിക്കവാറും അത് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ഒരു 1-2 യൂണിവേഴ്സിറ്റി അങ്ങനെ പോകും. ദെൻ നമ്മൾ അവിടെ നോക്കും നമ്മുടെ സിലബസ്, എലിജിബിലിറ്റി നോക്കി എല്ലാം ചെയ്തിട്ടാണ് നമ്മളിപ്പം എൻവയോൺമെന്റ് സയൻസ് ഇപ്പൊ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പം എനി സയൻസ് ഡിഗ്രി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ കുട്ടികൾക്കും ഈ കോഴ്സ് ആയതുകൊണ്ട് കുറെ പേര് അങ്ങനെ എടുക്കാതിരിക്കുന്നവരുണ്ടാവും. പിന്നെ അപ്ലൈ ചെയ്യുമ്പം മാക്സിമം ഒരു 2 കോഴ്സ്, മോർ ദാൻ 2 കോഴ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് ഒരു കോഴ്സ് കൂടി ഉണ്ട്. ഇപ്പം EVS മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അഥവാ നമുക്കൊരു നിർഭാഗ്യവശാൽ നമുക്കൊരു മാർക്ക് കുറവായാൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ സംതിങ് ലൈക്ക് ലൈഫ് സയൻസ് എക്സാം എഴുതാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് സുവോളജി, ബോട്ടണി, എക്കണോമിക് സയൻസ്, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, പ്ലാന്റ് സയൻസ് അങ്ങനെയുള്ള ഇത്രയും കോഴ്സ് വരും ലൈഫ് സയൻസിന്റെ കോഡിൽ. ലൈഫ് സയൻസ് എക്സാമിന് ലൈഫ് സയൻസിന്റെ കോഡ് എന്ന് പറയുന്നത് SCQP 17 ആണ് ലൈഫ് സയൻസിന്റെ കോഡ്. CUTന്റെ കോഡ് EVSന്റെ ആണെങ്കിൽ 11 ആണ്, SCQP 11. അപ്പം ലൈഫ് സയൻസിന്റെ കോഡും കിട്ടി, EVSന്റെ കോഡും കിട്ടി. ദെൻ ലൈക്ക് പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഫോറൻസിക് സയൻസ് വരും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് കുറച്ചുകൂടി ആൾക്കാർ എടുക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ ബയോടെക്നോളജിക്ക് തന്നെ വേറെ ചില യൂണിവേഴ്സിറ്റി ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ബോട്ടണി ചിലപ്പോൾ പ്ലാന്റ് സയൻസും ബോട്ടണിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഉണ്ട്. അപ്പൊ നമുക്ക് 3 എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. നമ്മളിപ്പോ ആപ്ലിക്കേഷൻ കൊടുക്കും, നമുക്ക് കുറച്ച് എലിമിനേറ്റ് ചെയ്തു. നമ്മളിപ്പം റൂറൽ ഏരിയ നോക്കി, ദെൻ സിലബസ് വൈസ് നോക്കി, പിന്നെ നമ്മുടെ ഒരു ചോയ്സ് ഉണ്ടാവില്ല. ഇപ്പം നമുക്കൊരു ഉണ്ടാവില്ല ഇന്ന യൂണിവേഴ്സിറ്റി പോയാൽ നന്നായിരിക്കും, ഇവിടെ ആയിരിക്കും എനിക്ക് പഠിക്കാൻ താല്പര്യം, അത് വെച്ച് നോക്കി. ദെൻ എല്ലാ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമുക്ക് ഫാക്കൽറ്റി പ്രൊഫൈൽ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഫാക്കൽറ്റി പ്രൊഫൈല് ഫുൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, മീൻസ് എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഇപ്പം ഇന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാക്കൽറ്റി ഉണ്ട്. EVS ഇപ്പം മൾട്ടി ഡിസിപ്ലിനറി ആയതുകൊണ്ട് തന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാക്കൽറ്റീസും വരുന്നുണ്ട്. ഇപ്പം ബയോടെക്നോളജി ആയിരിക്കും, ചിലവർ എക്കോളജി ആയിരിക്കും, മൈക്രോബയോളജി ആയിരിക്കും, ചിലർ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും, പിന്നെ നാനോ ടെക്നോളജി, അങ്ങനത്തെ ഓരോരോ ബ്രാഞ്ചിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ദെൻ അങ്ങനെ നമുക്ക് ടീച്ചേഴ്സിന്റെ പ്രൊഫൈൽ കിട്ടി. ദെൻ സിലബസ് വെച്ച് കമ്പയർ ചെയ്തു. ദെൻ നമുക്ക് അവിടെ പാസ് ഔട്ട് ആയ കുട്ടികളുടെ നമ്പർ ഈസി ആയിട്ട് നമുക്കിപ്പം
കേരളത്തിൽ അവിടെ ഒരുപാട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അവിടെ വെച്ചിട്ട് നമുക്ക് പാസ് ഔട്ട് ആയ കുട്ടികളുടെ നമ്പർ കിട്ടും, ഓർ ഈവൻ കറന്റ് സ്റ്റഡി ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ വെച്ച് നമുക്ക് ഇപ്പം ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എല്ലാം നമുക്ക് ഇപ്പം അക്കാഡമിക്സ് ആയിക്കോട്ടെ, ചിലവർ അക്കാഡമിക്സ് നോക്കി വരുന്നുണ്ട്, ക്യാമ്പസ് ലൈഫ് നോക്കിയിട്ട് വരുന്നുണ്ട്, പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം ടീച്ചിങ് ലൈഫ് ആണ് പോകുന്നത്, അല്ല റിസർച്ച് ആയിട്ടാണ് പോകുന്നത്, റിസർച്ച് ആയിട്ടാണോ പോകേണ്ടത്, അല്ല ഗുഡ് പ്ലേസ്മെന്റ് കിട്ടി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ മതി, അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസ് നോക്കേണ്ടത് അവരെ വേ ഓഫ് ഗൈഡൻസ്, അവരെങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്, പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് ലൈക്ക് ലാബ് ഫെസിലിറ്റീസ്, ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പൊ എല്ലാ സ്കോളർഷിപ്പും അപ്ലൈ ചെയ്ത് വിടുക. മീൻസ് കിട്ടില്ലെങ്കിൽ അത് സെക്കൻഡറി ആണ്, അതൊക്കെ നോക്കാം. പിന്നെ ഇപ്പം CU കേരളയിൽ ഇപ്പം ഇവിടെ ഇപ്പം EBSലാണ് കിട്ടിയെന്ന് വിചാരിച്ചു. ആ ഒരു കുട്ടി തന്നെ, ആ കാൻഡിഡേറ്റ് തന്നെ ഇപ്പൊ ലൈഫ് സയൻസിന് എക്സാം എഴുതിയിട്ടുണ്ട്, ദെൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് EVS കിട്ടി വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലൈഫ് സയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്റർ സ്കൂൾ ചേഞ്ച് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. പിന്നെ മീൻസ് CU കേരള സെക്കൻഡ് ഓപ്ഷൻ ആണ്. ദെൻ ഡൽഹി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ അഡ്മിഷൻ ഫീ നമുക്ക് ക്യാൻസൽ ചെയ്ത് ദെൻ അങ്ങോട്ടേക്ക് ഇവർക്ക് പോകാൻ പറ്റുന്നതാണ്. എന്ന് കരുതി എല്ലാ യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് ഫീ അടച്ച് അതിന്റെ റീഫണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ മുന്നേ പറഞ്ഞു വന്നത് നമ്മളിപ്പം ആപ്ലിക്കേഷൻ അയച്ചു, ഇപ്പൊ ഒരു 4 യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോ ആപ്ലിക്കേഷൻ അയച്ചു, ദെൻ 4th ഓപ്ഷൻ ആണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ദെൻ നമ്മള് അത് ഇപ്പം ഓക്കെ ഫീ അടക്കാതിരുന്ന അവിടെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോവാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്ത് ഇടുക. മീൻസ് നമ്മളൊരു അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, മീൻസ് അവിടെ കിട്ടിയ ഞാൻ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഫീ ഒക്കെ അടച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവിടെ ഫീ അടച്ചിരിക്കുക. ദെൻ ഹയർ ഓപ്ഷനിലുള്ള അലോട്ട്മെന്റ് വന്നാൽ അവിടെ ഇപ്പൊ CUക്കുള്ള ജോയിൻ ചെയ്തു, ദെൻ ഇവിടുത്തെ ഫീയും ഒക്കെ അടച്ചും എല്ലാം സെറ്റ് ആയിരിക്കുമ്പം വേറെ യൂണിവേഴ്സിറ്റി വിളിയും, ജസ്റ്റ് കോൾ വരും, ഓർ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഒക്കെ വരും. അപ്പം മീൻസ് ബെറ്റർ ആയിട്ടുള്ള വയസ്സായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ഇവിടുത്തെ ഡ്രോപ്പ് ചെയ്ത് മീൻസ് ഇവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. വിത്തിൻ 1 month തന്നെ റീഫണ്ട് ആവും. ജസ്റ്റ് ലൈക്ക് ചില ഡ്യൂറേഷൻ അനുസരിച്ച് ഒരു 1000 rupees ഒക്കെ റെഡ്യൂസ് ആയിട്ട് വരും. പിന്നെ ലൈഫ് ആഫ്റ്റർ EVS ലൈക്ക് നമ്മുടെ EVSന്റെ PG കഴിഞ്ഞു, ദെൻ ആഫ്റ്റർ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാട് കമ്പനീസ് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റും, പിന്നെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റും, പിന്നെ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും, പിന്നെ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഓഫറിങ്സ് ഉണ്ടാകും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ലില്, ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ റാംസർ സൈറ്റ്സ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടീച്ചിങ് ഫീൽഡ് നമുക്ക് ചൂസ് ചെയ്യും. ഇപ്പം റിസർച്ച് ആണെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്ത് നമുക്ക് ന്യൂ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്ത് നമുക്ക് JRF ഒക്കെ കിട്ടി നമുക്ക് ടീച്ചിങ് ഫീൽഡ് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ EVSന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചുകൂടി മീൻസ് ബെറ്റർ ആയിട്ട് തോന്നിയത് CU കേരളേനേക്കാളും, മീൻസ് കമ്പാരിസൺ അല്ല എന്തായാലും, ലൈക്ക് അല്ല പഞ്ചാബ് നല്ലതാണ്, പിന്നെ ഹരിയാന നല്ലതാണ്, പിന്നെ DU ഉണ്ട് അതും നല്ലതാണ്. പിന്നെ ഇവിടുത്തെ അഡ്മിഷൻ ഓൺലൈൻ ആണ്. ഇപ്പം നമ്മൾ മെയിൽ IDയും പാസ്വേഡും വെച്ച് ജോയിൻ ചെയ്തിട്ട് നമുക്ക് മെയിലിൽ നമുക്ക് മെസ്സേജ് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫീ നമുക്ക് ഓൺലൈൻ ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് അവിടെ ഉറപ്പിച്ചു. ദെൻ ഓഫ്ലൈൻ ആയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതും ആ ഒരു പ്രോസസ് കൂടി കംപ്ലീറ്റ് ആയാലേ അഡ്മിഷൻ കംപ്ലീറ്റ് ആവും. ഇവിടെ ഇപ്പം ഓൺലൈൻ ആയിട്ട് ഫീ അടച്ചിട്ട് ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ആണ്. പക്ഷെ ചില യൂണിവേഴ്സിറ്റി ഓഫ്ലൈൻ ആയിട്ട് തന്നെ അഡ്മിഷൻ നടത്തുന്നത്. അതായത് നമ്മൾ അവിടെ പോയിട്ട് ഇപ്പം ഒരു 100 കാൻഡിഡേറ്റ്സ് ഇപ്പം സെലക്ഷൻ ലിസ്റ്റ് ഇടും. അതായത് അപ്ലൈ ചെയ്തവരെ മാത്രം വെച്ചിട്ടാണ് അവർ 100 കാൻഡിഡേറ്റ്സ് സെലക്ഷൻ ലിസ്റ്റ് ഇടുക. ജസ്റ്റ് സീറ്റ് ഇപ്പം 30 മതി. ഇപ്പം ഇവിടെ EVS 36 ആണ്. അതിൽ തന്നെ OBC, SC, ST, ഡിസേബിൾഡ്, ജനറൽ, ഈ ഇത്രയും കാറ്റഗറി വെച്ചിട്ട് ടോട്ടൽ 30 സീറ്റ്സ് ആണ്. അപ്പം അവിടെ പങ്കെടുത്തവരെ മാത്രം വെച്ചിട്ടായിരിക്കും ഇവിടെ അഡ്മിഷൻ നടത്തുക. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പം ഓൺലൈൻ ആയിട്ടാണ്. ഫീ അടച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു 80% നമ്മൾ അഡ്മിഷൻ ഉറപ്പിച്ചു. ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ 10th 12th പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, നോൺ ക്രീമി ലെയർ,
അങ്ങനത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കണം. ഇപ്പം ഇവിടെ ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞപാട് തന്നെ എല്ലാവരും അക്ഷയ പോയിട്ട് ഇപ്പം OBC കാറ്റഗറി ആണെങ്കിൽ NCL നോർമൽ സ്റ്റേറ്റ് പർപ്പസ് അല്ല, സെൻട്രൽ പർപ്പസിനുള്ളത് തന്നെ തയ്യാറാക്കി വെക്കണം. അതല്ല ഇല്ലെങ്കിൽ ആ ഒരു NCL സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ID വെച്ചിട്ട് മാത്രം നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് സ്റ്റക്ക് ആയി പോകും. അപ്പൊ നമുക്ക് ഒരു ഡേറ്റ്, ഇപ്പം ആപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ടൈം ആയിരിക്കും വിളിക്കുക. ആഫ്റ്റർ റിസൾട്ട് ഇപ്പം CUETന്റെ റിസൾട്ട് വന്നാൽ ഇപ്പം ഒരു സംതിങ് ഇപ്പം Jan 5 to Jan 15 ആയിരിക്കും ഇവിടെ CU കേരള. പക്ഷെ ചില യൂണിവേഴ്സിറ്റി ഇതിനേക്കാളും മുന്നേ വിളിക്കാം, ചിലപ്പോൾ ശേഷം വിളിക്കാം, ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ എന്നത് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് NCL സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ NCL കാസ്റ്റ് 10th, പിന്നെ ഡിഗ്രി ഇപ്പം TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. ചില യൂണിവേഴ്സിറ്റി TCയും കോണ്ടാക്റ്റും കൂടി 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിലും നമുക്ക് രണ്ടിനും അത് തന്നെ വെക്കാം. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഇപ്പം ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല. അതായത് നമ്മളിപ്പം ഈ ഇയർ അല്ല നമ്മുടെ UG പാസ് ഔട്ട് ആയതെങ്കിൽ അല്ല എങ്കിൽ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതായിട്ട് ചില യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ ഇതുവരെ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് അതായത് അടുത്ത വർഷം ചോദിക്കില്ല എന്നുമില്ല. പക്ഷെ നമുക്ക് അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ചിലപ്പം ആവശ്യം വരും. അപ്പം അതുകൂടി ഒന്ന് റെഡിയാക്കി വെക്കണം. അതൊരു നോട്ടറി ഓഫീസർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ CU കേരളയിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മീൻസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓക്കെ. ലൈക്ക് എവിടെയാണെങ്കിലും നമ്മൾ ഒരുപാട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നോർമലി നമ്മുടെ നാട്ടിലെ കോളേജ് ആണെങ്കിൽ ഫുൾ സ്പൂൺ ഫീഡിങ്. ഇപ്പൊ നമ്മളിപ്പം PG ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്തായാലും കുറവായിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. മീൻസ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കേണ്ടി വരും. സെമിനാർ ഉണ്ടാവും, പ്രസന്റേഷൻസ് ഉണ്ടാവും. പിന്നെ ഇവിടെ EVS ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഇവിടെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അക്കാഡമിക്സിന്റെ കൂടെ തന്നെ നെറ്റ് JRFന്റെ ക്ലാസ്, അതൊരു ½ അവർ ഡെയിലി ആയിട്ട് ഇവിടുത്തെ റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് സബ്ജക്റ്റിന്റെ കൂടെ തന്നെ നെറ്റ് JRF കൂടി ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ നെഗറ്റീവ്സ് എന്ന ക്ലൈമറ്റ് കുറച്ചൊരു ഇതാണ്. പിന്നെ നോർമലി ഇതിപ്പം കേരളത്തിലായതുകൊണ്ട് നോൺ മല്ലൂസ് കുറച്ച് കുറവായിരിക്കും. പക്ഷെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽസ് ലൈക്ക് ദീപാവലി, ഹോളി, പിന്നെ തെലങ്കാനയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ അവരുടെ കമ്മ്യൂണിറ്റി. ഇപ്പം മല്ലൂസ് വേറെ യൂണിവേഴ്സിറ്റി പോയാൽ നമ്മളിപ്പോ ഓണം, വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ അവരിവിടെ കേരളത്തിൽ വന്നിട്ട് അവരുടെ ഇതുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു കൾച്ചറൽ നമ്മൾ എക്സ്ചേഞ്ച് കൂടി നടക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ നമുക്ക് മിക്സഡ് ആയിരിക്കും. ജസ്റ്റ് റൂമിൽ മലയാളീസ് മാത്രം തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പം നോർത്ത് ഇന്ത്യൻ ആയിരിക്കും, ലൈക്ക് സൗത്ത് ഇന്ത്യൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് വരാം. അങ്ങനെയൊക്കെയാണ്. ദെൻ ഇവിടെ ഈ വർഷം മുതൽ BEd ഇന്റഗ്രേറ്റഡ് BEd കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അതില് 150 സ്റ്റുഡൻസ് ഉണ്ട്. അതായത് UG BEd ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് സുവോളജി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, BCom ആണ്. അതിൽ BCom മാത്രം 50 ആണ് സീറ്റ് ഉള്ളത്. ബാക്കിയെല്ലാം 25 വെച്ച് ടോട്ടൽ 150 BEd ഇന്റഗ്രേറ്റഡ് BEd സ്റ്റുഡൻസ് കൂടി ഉണ്ട്. ഏകദേശം എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ്? താങ്ക് യു ഹരിത, താങ്ക് യു സോ മച്ച്. സോ സ്റ്റുഡൻസിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്താലും മതി കേട്ടോ. സോറി, വാട്ട്? കുറച്ചൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഇടയിൽ പറഞ്ഞോളാം. ഇപ്രാവശ്യത്തെ PGയില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്ഷൻ A എന്നുള്ളത് പലർക്കും ഇല്ല. അതായത് ആദ്യത്തെ ഒരു സെക്ഷൻ A ഉണ്ടായിരിക്കുമല്ലോ, അതായത് നമ്മുടെ വളരെ നോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പൊ നമുക്ക് 75 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള എഴുതാനും. അത് മാത്രമല്ല, നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്രാവശ്യത്തെ പുതിയ അപ്ഡേറ്റ്സ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടി വിട്ടുപോയി. മീൻസ് ഫസ്റ്റ് സെമ്മില് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു 15,000, ദെൻ സെക്കൻഡ് സെമ്മിൽ അത് 5,000, തേർഡ് സെമ്മിൽ അത് 12,000 ആൻഡ് ഫോർത്ത് സെമ്മില് ലൈക്ക് 5,700. ആ ഒരു റേഞ്ച് ആണ് ഫീസ് സ്ട്രക്ചർ ചെയ്തത്. ഹോസ്റ്റൽ ഫീസ് സെപ്പറേറ്റ് ആണ്. ഇതിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മള് കോഴ്സ് ഫീ ആണ് ഇത്. ഹോസ്റ്റൽ ഫീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് ലൈക്ക് 9,000. പിന്നെ സെം വൈസ് റെന്റ് ആൻഡ് മെസ് ഫീസ് സെപ്പറേറ്റ് ആണ്. പിന്നെ ഹോസ്റ്റലിലെ ഫുഡിനെ കുറിച്ച് ലൈക്ക് നല്ല ഇതാണ്. മീൻസ് എല്ലാ ടൈപ്പുള്ള ഫുഡും അവൈലബിൾ ആണ്. മീൻസ് മെനു മീൻസ് 7 days ഡിഫറെന്റ് മെനു ആണ്.
ഒരാൾ ഇവിടെ പ്ലേസ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ്മെന്റ് സെൽ ഇവിടെ ആക്റ്റീവ് ആണ്. മീൻസ് നമ്മുടെ ടീച്ചേഴ്സിൽ ഒരാളിപ്പം പ്ലേസ്മെന്റ് ജോബ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ആ ഒരു രീതിയിൽ ഡെയിലി ഓഫറിങ്സ് ലൈക്ക് ഇന്ന ഒഴിവുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഡെയിലി ആയിട്ട് നമുക്ക് മെസ്സേജസ് വഴിയൊക്കെ ആയിട്ട് നമ്മൾ അറിയിക്കും. പക്ഷെ നമുക്ക് ജോബ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പം ടീച്ചേഴ്സ് നമുക്ക് ഗൈഡ് ചെയ്യാനേ പറ്റില്ല. അവരിപ്പം ഇന്ന ജോബ്സ് ഇവിടെ അവൈലബിൾ ആണ്, ഇവിടെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് മീൻസ് വാക്കൻസി ഉണ്ട്, ലൈക്ക് ഇന്ന് സ്റ്റൈഫൻഡ് ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് നമ്മൾ ജസ്റ്റ് അറിയിക്കും. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണ്, അവരല്ല ചെയ്യേണ്ടത്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി ഉണ്ടാവുക മീൻസ് നമ്മളിപ്പം നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കായിരിക്കും നോർമൽ EVS പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനെക്കാളും നെറ്റ് JRF അതൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക. ഓക്കെ. ഇവിടെ ഒരാള് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് അത്ര ക്ലോസ് കമ്പനി ഇല്ല, പക്ഷേങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും അക്കാഡമിക്സ് വൈസ് ആണ് മീൻസ് ലൈക്ക് ഇംപ്രൂവ് കുട്ടികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം IR-ലാണെങ്കിൽ അത്ര ഒരുപാട് അക്കാഡമിക് സ്ട്രെസ് ഒന്നും ഇല്ല. ആ ഒരു ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഉള്ളവരെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അത്ര എനിക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. ഞാൻ പറയാം, മീൻസ് എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഐ തിങ്ക് ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ എൻഡ് ദ മീറ്റിംഗ്. ഓക്കെ, ഐ തിങ്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്നുള്ളത്. സോ താങ്ക് യു ഹരിത ഫോർ ജോയിനിങ് us. Thank you for sharing your experience and giving us this opportunity. So thank you so much. Pleasure is all ours. സോ പ്രപ്പോയ്സിന്റെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും, അതുപോലെ ഹരിതയ്ക്കും. ഇനി എല്ലാവരും UG എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് വിചാരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ വിചാരിച്ച കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ എക്സാം മാർച്ചിലാണ്, സോ അധികം സമയമില്ല. ഓൾ ദി ബെസ്റ്റ് ഫോർ എവരിവൺ. താങ്ക് യു once again. Thank you. Okay, all the best for everyone. Thank you.